മരത്തിന്റെ സ്നേഹം. പണ്ട് സിക്ക ദേശമാകെ ജനവാസം കുറഞ്ഞ മേഖലയായിരുന്നു. പക്ഷി മൃഗാദികൾ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരുന്നു. അവറ്റകൾക്ക് ആഹാരത്തിന് യാതൊരു പഞ്ഞവുമില്ലായിരുന്നു. ഒരു ദിവസം ദൂരദിക്കിൽ നിന്നും ഒരു കിളി അങ്ങോട്ട് പറന്നു വന്നു. അവിടെ സ്ഥിര താമസമാക്കാൻ അത് ആഗ്രഹിച്ചു. അതിനായി ലക്ഷണമൊത്ത വലിയ മരം നോക്കി അലഞ്ഞു. ഒടുവിൽ ഉയരത്തിൽ നിറയെ ശിഖരങ്ങളുള്ള വലിയ മരത്തിനോട് തൻ്റെ ആവശ്യം അറിയിച്ചു. ഹേയ്, നീ വേറെ ഏതെങ്കിലും മരം നോക്കുക, ഇത് നിനക്ക് ഉചിതമല്ല. മരത്തിന്റെ ഈ മറുപടിയിൽ കിളിക്ക് ദേഷ്യം തോന്നി. നിനക്ക് വനദേവത ഇത്രയും ശിഖരങ്ങൾ തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. മരം എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ കിളി പറന്നു. കുറച്ച് കിഴക്കോട്ട് മാറി വേറൊരു മരത്തിൽ കൂടുകൂട്ടി. ഏതാനും ആഴ്ചകൾ പിന്നിട്ടു ഭീകരമായ ശബ്ദം കേട്ടാണ് രാവിലെ കിളി ഉറക്കമുണർന്നത്. എന്താണ് കാര്യമെന്നറിയാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പറന്നു. താൻ കൂട് വെച്ചോട്ടെ എന്ന് ചോദിച്ച മരം കടപുഴുകിയിരിക്കുന്നു. കിളിക്ക് വലിയ സന്തോഷമായി. സന്തോഷത്തോടെ മരത്തിനെ പരിഹസിച്ചു. ഞാൻ ഒരു കൂട് വയ്ക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ എന്തായിരുന്നു നിന്റെ അഹങ്കാരം? നിനക്ക് ഇത് തന്നെ വേണം. ഉടൻ മരം കിളിയോട് ഞരങ്ങി. എൻ്റെ വേരുകൾക്ക് കേട് പിടിച്ചതിനാൽ വീഴുമെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു. നീ കൂട് വെച്ചാൽ നിനക്കും ചിലപ്പോൾ ദുരിതം വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിലക്കിയത്. യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ കിളി പൊട്ടിക്കരഞ്ഞു ക്ഷമയാചിച്ചു. ഓർക്കുക, ചിലരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് സുഖിക്കാത്ത സമീപനം ഉണ്ടാകാം. അതിനുള്ളിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന നന്മകളും കരുതലും ഉണ്ടാകാം.